എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അത് ശ്രേഷ്ഠൻ തന്നെ. ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വാക്യം. ഒരിടയ യുവാവും അവൻ്റെ കാന്തയായ ശൂലേംകാരത്തിയും തമ്മിലുള്ള പ്രേമമാണ് ഉത്തമഗീതത്തിൻ്റെ പശ്ചാത്തലം. മണവാളനായ കർത്താവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ആഴമായ ബന്ധമത്രേ നമുക്ക് ഉത്തമഗീതത്തിൽ കാണുവാൻ കഴിയുന്നത്. അവൾ പ്രിയയാണ്, അവൻ പ്രിയനും. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കഥാപാത്രമുണ്ട്. പ്രിയയിൽ നിന്നും പ്രിയനോടുള്ള അവളുടെ സ്നേഹത്തെ അപഹരിച്ചെടുത്ത് അവളെ സ്വന്തമാക്കുവാൻ കൊതിക്കുന്ന കലാഹൃദയമുള്ള ഒരു രാജാവ്. എന്നാൽ അധികാരം ഉപയോഗിച്ച് ശൂലേമിയെ അടിമയാക്കി തൻ്റെ ഭാര്യയാക്കാനല്ല രാജാവിൻ്റെ ശ്രമം. പ്രിയനോടുള്ള അവളുടെ പ്രേമത്തെ തന്നിലേക്ക് ആകർഷിക്കാനാണ് രാജാവ് ശ്രമിക്കുന്നത്. ഈ രാജാവ് ശലോമോനാണ്. ഉത്തമഗീതം എങ്ങനെ വായിക്കണമെന്നും വ്യാഖ്യാനിക്കണമെന്നുള്ള ആശയക്കുഴപ്പം കാലാകാലങ്ങളായി ഉള്ളതാണ്. ഉത്തമഗീതം എല്ലാ ഗീതങ്ങളുടെയും ഗീതമായിരിക്കുന്നത് യേശുക്രിസ്തുവും തൻ്റെ ഉത്തമകാന്തയായ സഭയും തമ്മിലുള്ള ബന്ധമായി ഇതിനെ വിശദീകരിക്കുമ്പോഴാണ്. സഭയും കർത്താവുമായുള്ള ആഴമേറിയ ബന്ധമാണ് ഇതിൻ്റെ ആത്മീയ പ്രമേയം. ശൂലേമിയെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രത്ന കവചിതമായ ശലോമോൻ്റെ അണിയറ വളരെയേറെ തരുണികളെ കൊണ്ടും അലങ്കൃതമാണ്. കൊട്ടാരത്തിൻ്റെ പകിട്ടും പത്രാസും ജീവിതഭാഗ്യമായി കണക്കാക്കുന്ന ആ നഗര കന്യകൾക്ക് ശലോമോനൊരു ദൗത്യം കൊടുത്തു. ഗ്രാമീണിയായ ശൂലേമിയുടെ പ്രേമം രാജാവിന് വേണ്ടി നേടിയെടുക്കുക. എന്നാൽ അവൾ തൻ്റെ പ്രേമത്തെ തൻ്റെ പ്രിയനു വേണ്ടി മാത്രമായി സൂക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ പ്രിയനായ കർത്താവിനോടുള്ള സ്നേഹത്തെ അപഹരിക്കുവാൻ ഈ ലോകം എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കും. അതിൻ്റെ മഹിമകളെ അവഗണിക്കുന്നവരെ മുഖസ്തുതികളാൽ വഞ്ചിക്കുവാനും ലോകം ശ്രമിക്കും. നാം എത്ര പ്രത്യേകതയുള്ളവരാണെന്ന് ലോകം നമ്മോട് പറയുമ്പോൾ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവളാണ് എന്ന് ലോകത്തോട് നമുക്ക് ധൈര്യത്തോടെ പറയണം. ഈ ലോകം നമ്മെ ചതിക്കും, വേദനിപ്പിക്കും. എന്നാൽ നമ്മുടെ നോട്ടം കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമായിരിക്കട്ടെ. ലക്ഷ്യത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകരുത്. പ്രിയരെ, നമ്മുടെ പ്രിയനോടുള്ള നമ്മുടെ ഏകാഗ്രതയെയും നിർമ്മലതയും തകർക്കുവാനാണ് ലോകത്തിൻ്റെ ശ്രമം. സാത്താൻ അതിനുവേണ്ടി പല മാർഗങ്ങൾ തേടാറുണ്ട്. യേശുക്രിസ്തുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ പ്രൗഢി നമ്മെ സ്വാധീനിക്കുവാൻ പാടില്ല. എന്നാൽ ലോകത്തിൻ്റെ മായാ സൗന്ദര്യത്തോട് വെറുപ്പ് തോന്നുന്നൊരവസ്ഥയാണ് ശൂലേമിയിൽ നിന്നും പ്രിയൻ പ്രതീക്ഷിക്കുന്നത്. അപ്രകാരം ഈ ലോകത്തിൻ്റെ ആകർഷണവലയിൽ കുടുങ്ങാതെ ജീവിക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യേശു കർത്താവും ഒന്നിച്ച് ഏകാന്തയിൽ ചെലവിടുന്ന നിമിഷങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ വർണ്ണപ്പകിട്ടുകളെക്കാളും നമ്മെ ത്രസിപ്പിക്കേണ്ടത്. ആകയാൽ നമ്മുടെ ആത്മമണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി നമുക്കെന്തും ത്യജിക്കുന്നവരാകാം. കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാം. C.S. മാത്യു എന്ന് പറയുന്ന ദൈവദാസൻ ഇതിനെ സംബന്ധിച്ച് മനോഹരമായൊരു ഗാനം രചിച്ചിട്ടുണ്ട്. എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും കാണുകയില്ല എന്ന മനോഹരമായ ഈ കവിത, ഈ ഗാനം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനുള്ള സ്നേഹത്തിൽ ബലപ്പെടുത്തുവാൻ മതിയായതാണ്. ഓരോ നിമിഷവും പ്രാണപ്രിയനായ കർത്താവിൻ്റെ ഓരോനായി കാത്തിരുന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ.